അഫാൻ എന്ന 23-കാരനെ കുറിച്ചാണ് ഇപ്പോൾ കേരളം ഒന്നാകെ ചർച്ച ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ അച്ഛനമ്മമാർക്ക് സ്വന്തം മക്കളെക്കുറിച്ച് ഓർത്ത് ഒരു ചെറിയ ഭയമെങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തോന്നിയിട്ടുണ്ടാകണം. എത്ര വിശ്വാസമുള്ള, എത്ര നല്ല മര്യാദക്കാരെന്ന് നമ്മൾ ഈ ചില ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്ന മക്കളാണെങ്കിൽ പോലും ഒരു ഭയമുണ്ട്. ചുറ്റിക കൊണ്ടോ വാള് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടോ പകയുടെയോ വൈരാഗ്യത്തിൻ്റെയോ പേരിൽ കൊന്നുകളയാൻ ഇവർ മടിക്കില്ലേ എന്നുള്ളൊരു ഭയം. പക്ഷേ അഫാൻ്റെ അമ്മ ഷെമി കണ്ണു തുറന്നപ്പോൾ പറഞ്ഞത് താൻ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നാണ്. അതായത് മരണക്കിടക്കയിലും തൻ്റെ മകൻ സേഫാകണം എന്ന് ആഗ്രഹിക്കുന്ന അമ്മ. ആ അമ്മയോട് എന്തുകൊണ്ട് ആ വാത്സല്യവും സ്നേഹവും ആ മകന് തോന്നിയില്ല എന്നുള്ളൊരു ചോദ്യം. അഫാൻ എന്ന 23-കാരൻ്റെ ഇപ്പോഴത്തെ മുഖമല്ല, പഴയ മുഖം കാണുമ്പോൾ നമുക്കൊക്കെ തോന്നുന്ന വാത്സല്യം, സ്നേഹം, എങ്ങനെയാണ് അവനൊരു സൈക്കോ ആയി മാറിയത്, സൈക്കോ ക്രിമിനലായി മാറിയത്? ഏതെങ്കിലും ബ്ലാക്ക് മാജിക്കിനോ ദുർമന്ത്രവാദത്തിനോ അടിമപ്പെട്ടിരുന്നു അഫാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ഉമ്മയുമായോ സഹോദരങ്ങളുമായോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ അഫാനെ വല്ലാതെ അലട്ടിയിരുന്നു. കാരണം ഒരു ജോലിക്കും അഫാൻ പോകില്ല. വാഹനപ്രേമിയാണ്, മൊബൈൽ പ്രേമിയാണ്. ഈ മൊബൈലും വാഹനവും വാങ്ങിക്കൊടുക്കാതിരിക്കുമ്പോൾ വീട്ടിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഫാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരു 14-കാരൻ. അന്ന് എന്തുകൊണ്ട് അവനെ കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റുകൾക്കോ ഒരുപക്ഷെ കൊണ്ടുപോയിരുന്നെങ്കിൽ അവൻ്റെ മാനസിക നിലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അന്ന് അത് വീട്ടുകാർ കാണിച്ചു കാണത്തില്ല. എന്തായാലും വളർന്നു വന്നു. വളരുമ്പോഴും സ്വഭാവത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഡിഗ്രി പകുതി വെച്ച് നിർത്തുന്നു. അച്ഛൻ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ 7 വർഷത്തോളമായി സൗദിയിൽ പെട്ടുകിടക്കുകയാണ്. നാട്ടിലേക്ക് വരാതെ ട്രാവൽ ബാൻ ചെയ്തിരിക്കുകയാണ് സൗദി അദ്ദേഹത്തെ. ഇവിടെ അച്ഛൻ്റെ സഹോദരൻ ലത്തീഫ് എന്ന് പറയുന്ന അച്ഛൻ്റെ സഹോദരൻ നിരന്തരം ഉപദേശിക്കുമായിരുന്നു. ന്യൂ ജനറേഷൻ ഉപദേശം അത്ര പിടിക്കില്ല, ഉപദേശിക്കേണ്ട, ഞങ്ങൾക്ക് ഇതല്ല ഇതിനപ്പുറവും അറിയാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉപദേശമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്ന പുതിയ തലമുറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി നമുക്ക് അഫാനെ രംഗത്ത് വെക്കാം. അഫാൻ്റെ വലിയച്ഛൻ, പിതാവിൻ്റെ സഹോദരൻ നിരന്തരം ഉപദേശിക്കുമായിരുന്നു, നീ എന്തെങ്കിലും ജോലിക്ക് പോകണം, അച്ഛന് ഒരു കൈത്താങ്ങാകണം, അച്ഛനെ സാമ്പത്തികമായി നീ സഹായിക്കണം. കാരണം ബൈക്കൊക്കെ എടുത്ത് ഹിമാലയ യാത്രയ്ക്ക് പോവുക, അത്തരം എന്താ പറയുക, ചുറ്റിക്കറങ്ങി നടക്കുക, പണത്തിനും പുതിയ സാധനങ്ങൾക്കുമൊക്കെയുള്ളൊരു അമിത ഭ്രമമാണ് ഇയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്നുള്ളതാണ്. അഫാനെ ഈ ലത്തീഫ് നിരന്തരം ഉപദേശിക്കുമായിരുന്നു. ഈ ഉപദേശത്തിൻ്റെ പുറത്ത് കലികയറിയാണ് വളരെ മൃഗീയമായാണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയത്. അതായത് ലത്തീഫ് 10 മണിക്ക് അഫാൻ്റെ വീട്ടിലെത്തുന്നു. ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട്, ഫർസാന എന്ന് പറയുന്ന കാമുകി അഫാൻ വിളിച്ചുകൊണ്ട് വരുന്നു. അത് ലത്തീഫിന് താല്പര്യമില്ല. കാരണം താല്പര്യമില്ലാത്ത, ജോലിയില്ലാത്ത, സ്വന്തമായി വരുമാനമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നാൽ, പ്രത്യേകിച്ച് കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കൂടെ വിളിച്ചുകൊണ്ട് വന്നാൽ പോറ്റാനുള്ള കഴിവ് എങ്ങനെയാണ് എന്നുള്ളത് സ്വാഭാവികമായും ഈ വലിയച്ഛന്മാരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹം അത് ചോദിക്കുന്നു. അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നു. 11 മണിക്ക് അദ്ദേഹം വീട്ടിലെത്തുന്നു. ഈ സമയത്ത് അഫാനും അവിടെ എത്തുന്നു. അഫാൻ കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് തലയോട്ടി പിളർന്നത് വരെ അടിച്ചു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ നിലവിളി കേട്ട് അകത്തു നിന്ന് ഭാര്യ ഓടി വരുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭർത്താവിനെ കണ്ട് ജീവൻ രക്ഷപ്പെടാനായി അവർ അടുക്കള ഭാഗത്തൂടെ തുടങ്ങുമ്പോഴാണ് അവരെയും പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ഈ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് അവരെയും കൊലപ്പെടുത്തുന്നത്. അപ്പോൾ മൃഗീയമായ കൊലപാതകം. ഏറ്റവും മൃഗീയമായി കൊലപ്പെടുത്തിയത് സ്വന്തം കാമുകിയാണ്. താൻ ജീവന തുല്യം സ്നേഹിച്ച, അല്ലെങ്കിൽ തന്നോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് വന്ന ഒരു പെൺകുട്ടി. അവൾ ഒരുപാട് സ്വപ്നങ്ങൾ ഈ അഫാനോടൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ച് കണ്ട ഒരു പെൺകുട്ടിയായിരിക്കണം. ആ പെൺകുട്ടി 3 ദിവസമായി അഫാൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 3 ദിവസമായിട്ടും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അന്വേഷിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നിരന്തരം ചോദിക്കുമ്പോഴും പോലീസ് ഇതിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാത്തത്, അന്വേഷണം ഏതെങ്കിലും തലത്തിൽ വഴിതിരിച്ച് വിട്ട് കഴിഞ്ഞാൽ
അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്ത് മറ്റേതെങ്കിലും തരത്തിലേക്ക് ഇത് കൊണ്ടുപോയാൽ ഇതിൻ്റെ കൃത്യമായ സ്ഥിതി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല, കൃത്യമായ വിവരങ്ങൾ. അതുകൊണ്ടാണ് പോലീസ് ഇതിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും പ്രണയിനിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ആ പ്രണയിനിയേക്കാൾ കൂടുതൽ സ്നേഹിച്ച 10 വയസ്സിന് ഇളപ്പമുള്ള തന്നെക്കാൾ 10 വയസ്സിനിളയ അനിയനെ അതിക്രൂരമായി അനിയനെയും കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സൈക്കോ ക്രിമിനൽ അല്ലെങ്കിൽ സൈക്കോ മൈൻഡ് ഇയാൾക്ക് എപ്പോഴാണ് ഉണ്ടായത്, ഇയാൾ എപ്പോഴാണ് അതിലേക്ക് കടന്നത്, ഇയാൾക്ക് ലഹരി കൊടുക്കുന്നത് ആരാണ്, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് കിട്ടിയത്, ഇയാൾ ഈ പണമൊക്കെ കുറേ സാമ്പത്തിക ബാധ്യത ഈ പ്രണയിനിയുമായിട്ടുണ്ടായെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രണയിനിയെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത് ഇയാൾ മയക്കുമരുന്ന് വാങ്ങാനായി ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്ന് വിൽക്കുന്ന ഏജന്റുമാർക്ക് കൊടുക്കാനായി അവരുടെ കാരിയർമാരായി വല്ലതും ഇയാൾ പ്രവർത്തിച്ചിരുന്നു, ഇനി ബ്ലാക്ക് മാജിക്കിൻ്റെ അടിമയായിരുന്നു, അല്ലെങ്കിൽ ഈ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുവാനും സമ്പത്തിൽ നേട്ടമുണ്ടാകാനുമൊക്കെ ഇത്തരം കൊലപാതകങ്ങൾ, ഈ ആഭിചാര കൊലപാതകങ്ങൾ, ദുർമന്ത്രവാദങ്ങൾ, നരബലികൾ പോലെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഇയാൾ ചെന്ന് പെട്ടിട്ടുണ്ടോ, ഈ കൃത്യമായ പ്ലാനിങ് ഇയാൾ എങ്ങനെയാണ് നടത്തിയത്? കാരണം ഇരുമ്പ് ചുറ്റിക വാങ്ങി പിന്നെ എന്താ പറയുക, അതിവിദഗ്ധമായാണ് ഇയാൾ ഓരോ കൊലപാതകങ്ങളും നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ശക്തമായൊരു പ്ലാനിങ് ഉണ്ട്. ഒരു ദിവസം കൊണ്ട് കൊന്നതല്ല, ശക്തമായ പ്ലാനിങ്ങോടെ നടത്തിയ ഒരു കൊലപാതകം. അതുകൊണ്ടാണ് ഒരു കൂസലുമില്ലാതെ അനിയനെ കൂടെ കൊന്നതിന് ശേഷം പെപ്സിയിൽ എലിവിഷം ഒഴിച്ച് കുടിച്ചു എന്ന് പറയുന്നു. പിന്നീട് ബൈക്കിലെത്തി, അതിനുശേഷം ഓട്ടോയിൽ കയറി, ഓട്ടോയിൽ നിൽക്കുമ്പോഴും മദ്യത്തിൻ്റെ മണം ഉണ്ടായിരുന്നു. ഓട്ടോ ഡ്രൈവർ ശ്രീജിത്ത് പറയുന്നു ഓട്ടോറിക്ഷയിലിരുന്ന് മൊബൈൽ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തുന്നു. അതിനു മുൻപ് കൂട്ടുകാരനെ വിളിച്ചിട്ട് മച്ചാനെ ഞാൻ 6 പേരെ കൊന്നു, പോയൊന്ന് ഒപ്പിട്ടിട്ട് വരാം എന്ന് പറയുന്നു. അപ്പോൾ ഇയാളൊരു മാനസിക രോഗിയായി ചിത്രീകരിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ ഇയാൾ ഇഞ്ചക്ഷൻ വെക്കാൻ സമ്മതിക്കുന്നില്ല, അക്രമാസക്തനാകുന്നു, പിച്ചും പേയും പറയുന്നു, ഒരിക്കൽ താൻ കൊന്നു എന്ന് പറയുന്നു, പിന്നീട് താനല്ല കൊന്നതെന്ന് പറയുന്നു, തനിക്കറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, പരസ്പര വിരുദ്ധമായ മൊഴികൾ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇയാൾ പറയുന്നതിൽ ഇയാൾക്ക് ആരുടെയോ കൃത്യമായ പ്ലാനിങ് അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്വാധീനം ഇയാൾക്കാരുടെ കയ്യിൽ നിന്നോ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ മാനസിക രോഗി എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ ഇളവ് കിട്ടി പെട്ടെന്ന് പുറത്തിറങ്ങാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇയാൾ ആരോ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ ഈ ആശുപത്രിയിൽ ഇത്തരം നാടകങ്ങൾ കാണിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും പോലീസ് കൃത്യമായി അന്വേഷിക്കട്ടെ. ഇത്തരം കുടുംബങ്ങളിലെ സൈക്കോ ക്രിമിനലുകൾ, അവരെ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നത് മക്കളായാലും അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ഒക്കെ എപ്പോഴാണ് നമ്മുടെ കാലന്മാരായി മാറുന്നത് എന്നുള്ളത് ഇപ്പോൾ പ്രവചനാതീതമായി മാറിയിരിക്കുകയാണ്.